CPI ജനറൽ സെക്രട്ടറിയായി ഡി രാജ തുടരും. കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗം കെ നാരായണയാണ് ഇക്കാര്യം മാധ്യമങ്ങളെ അറിയിച്ചത്. പ്രായപരിധിയിൽ ഡി രാജയ്ക്ക് മാത്രം ഇളവ് നൽകാൻ ഇന്നലെ രാത്രി ചേർന്ന നിർവാഹക സമിതി തീരുമാനിച്ചു. ഇന്ന് ഉച്ചയോടെ ഔദ്യോഗിക പ്രഖ്യാപനമുണ്ടാകും. 75 വയസ്സ് പ്രായപരിധിയെ തുടർന്ന് കേന്ദ്ര സെക്രട്ടേറിയറ്റിൽ നിന്ന് കെ നാരായണ, പല്ലഭ് സെൻ ഗുപ്ത, സയ്യിദ് അസീസ് പാഷ, നാഗേന്ദ്രനാഥ് ഓജ എന്നിവർ ഒഴിവാകും. തൗഫീഖ് അസ്ലം വിവരങ്ങൾ നൽകും. തൗഫീഖ്, സെക്രട്ടറി സ്ഥാനത്തേക്ക് അമർജിത് കൗർ ഇല്ല എന്ന നിലപാടിൽ ഉറച്ചതോടെയാണോ ഡി രാജയ്ക്ക് ഇളവ് നൽകാൻ തീരുമാനിച്ചത്? ദിവ്യ, ഇന്നലെ മണിക്കൂറുകൾ നീണ്ട കേന്ദ്ര നിർവാഹക സമിതി യോഗത്തിന് ശേഷമാണ് പ്രായപരിധിയിൽ ഡി രാജയ്ക്ക് മാത്രം ഇളവ് നൽകാനായിട്ട് CPI തീരുമാനിച്ചത്. അതിനെ തുടർന്ന് ഡി രാജ തന്നെ ഒരു ടൈം കൂടി CPI ജനറൽ സെക്രട്ടറിയായി തുടരുമെന്നാണ് ഇപ്പോൾ നേതാക്കൾ തന്നെ അറിയിച്ചിരിക്കുന്നത്. കേന്ദ്ര കമ്മിറ്റി അംഗമായ കെ നാരായണയാണ് ഇക്കാര്യം മാധ്യമങ്ങളെ തന്നെ ഔദ്യോഗികമായി അറിയിക്കുകയും ചെയ്തത്. പ്രായപരിധിയിൽ ഡി രാജയ്ക്ക് മാത്രം ഇളവ് നൽകാനാണ് കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗമായ കെ നാരായണൻ മാധ്യമങ്ങളെ അറിയിച്ചിരിക്കുന്നത്. ബാക്കിയുള്ള ആളുകളെ എല്ലാവരും ഇതിൽ നിന്ന് പുറത്തു പോവുകയും ചെയ്യും. കാരണം പ്രായപരിധി 75 എന്നുള്ള പ്രായപരിധി കർശനമാക്കാൻ തന്നെയാണ് CPI തീരുമാനിച്ചിരിക്കുന്നത്. എന്നാൽ നിലവിലത്തെ സാഹചര്യത്തിൽ സെക്രട്ടറിയായ ഡി രാജയ്ക്ക് മാത്രം അതിൽ ഇളവ് നൽകാൻ കൂടി ഇപ്പോൾ കേന്ദ്ര നേതൃത്വം തീരുമാനിച്ചിരിക്കുകയാണ്. കാരണം ബീഹാർ തെരഞ്ഞെടുപ്പ് വരികയാണ്. അതോടൊപ്പം തന്നെ ഇന്ത്യ സഖ്യവുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചർച്ചകൾ മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതിന് പരിചിതമായിട്ടുള്ള ഒരു മുഖം ആവശ്യമാണ്. പുതിയ ഒരാൾ വരികയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ചില പുതിയ ഒരാൾക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ചില പ്രയാസങ്ങളുണ്ട് എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ ഈ ചർച്ചയിൽ ഉടലെടുത്തുവെന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രായപരിധിയിൽ ഡി രാജയ്ക്ക് മാത്രം ഇളവ് നൽകിക്കൊണ്ട് മറ്റുള്ള ആളുകളെ എല്ലാവരെയും സ്ഥാനത്ത് നിന്നും മാറാനായിട്ടുള്ള ഒരു തീരുമാനമാണ് ഇന്നലെ രാത്രി ചേർന്ന നിർവാഹക സമിതി യോഗത്തിൽ ഉണ്ടായത്. ഡോക്ടർ കെ നാരായണ, പല്ലഭ് സെൻ ഗുപ്ത, അതോടൊപ്പം തന്നെ സയ്യിദ് അസീസ് പാഷ, നാഗേന്ദ്ര ഘോഷ് ഓജ എന്നിവർ ഈ നേതൃനിരയിൽ നിന്നും ഒഴിവാകുകയും ചെയ്യും. പകരം ഡി രാജയെ മാത്രം നിലനിർത്തുമെന്നുമാണ് ഇപ്പോൾ ആ യോഗം തീരുമാനിച്ചിരിക്കുന്നത്. ഇതിന്റെ ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രഖ്യാപനം ഇന്ന് വൈകുന്നേരത്തോടുകൂടിയാകും ഉണ്ടാവുക. ഇന്ന് രാവിലെ വീണ്ടും എക്സിക്യൂട്ടീവ് യോഗം ഉൾപ്പെടെ ചേരും. അതിൽ കൂടി ചില ചർച്ചകൾ ഉണ്ടാകുമെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. ഈ പുറത്തു പോകുന്ന ആളുകൾക്ക് പകരം പുതിയ ആളുകളെ കൂടി ഇന്ന് നടക്കുന്ന യോഗത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ. അതിനുശേഷം ഇന്ന് വൈകുന്നേരത്തോടു കൂടി മുതിർന്ന നേതാക്കളൊക്കെ തന്നെ ഒഴിയുമ്പോൾ ആരൊക്കെയാണ് യുവമുഖങ്ങൾ ഇനി എത്താൻ സാധ്യതയുള്ളത്? ദിവ്യ, ഈ കേന്ദ്ര സെക്രട്ടേറിയറ്റിലേക്ക് കേരളത്തിൽ നിന്ന് MP ആയ P സന്തോഷ് കുമാർ മാത്രമായിരിക്കും ഉണ്ടാവുക. ഒരാൾ മാത്രമായിരിക്കും ഉണ്ടാവുക എന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ. മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകളായിരിക്കും ഈ ഒഴിയുന്ന ആളുകൾക്ക് പകരമായിട്ടുണ്ടാവുക. കേരളത്തിൽ നിന്ന് സന്തോഷ് കുമാറിന്റെ പേരാണ് കേൾക്കുന്നത്. മറ്റു പേരുകളൊന്നും നിലവിൽ പരിഗണനയിലില്ല എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. ചില ആളുകളെ കൂടി നേരത്തെ പരിഗണനയിലുണ്ട് എന്നുള്ളൊരു വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. എന്നാൽ നിലവിലത്തെ സാഹചര്യത്തിൽ സന്തോഷ് കുമാർ MP ആയിരിക്കും ആ ഒരു പോസ്റ്റിലേക്ക് കേരളത്തിൽ നിന്ന് എത്തുക എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് രാവിലെ മുതൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഉണ്ടാകും. അതിനുശേഷമായിരിക്കും ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുക. നേരത്തെ CPM പ്രായപരിധി നടപ്പാക്കിയതുപോലെ CPIക്കുള്ളിലും പ്രായപരിധി കർശനമായി നടപ്പാക്കണമെന്നുള്ളൊരു ആവശ്യം കേരള നേതാക്കൾ ഉൾപ്പെടെ ഉയർത്തിയിരുന്നു. പ്രത്യേകിച്ച് ബിനോയ് വിശ്വം ഉൾപ്പെടെ പ്രായപരിധിയുടെ കാര്യത്തിൽ കർക്കശമായിട്ടുള്ള നിലപാടായിരുന്നു യോഗങ്ങളിൽ തീരുമാനിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഡി രാജ ഉൾപ്പെടെ മാറുമെന്നുള്ള വിവരങ്ങളായിരുന്നു നേരത്തെ പുറത്തു വന്നത്. ഡി രാജ മാറുകയാണെങ്കിൽ ആരാകും ഇത് സെക്രട്ടറി എന്നുള്ളൊരു ചോദ്യം ബാക്കിയായിരുന്നു. അതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരാള് അമർജിത് കൗർ ആയിരുന്നു എന്നുള്ള വിവരങ്ങളായിരുന്നു നേരത്തെ പുറത്തു വന്നത്. എന്നാൽ അമർജിത് കൗർ സ്ഥാനം ഏറ്റെടുക്കാൻ സമ്മതം അറിയിച്ചില്ല എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. ഇന്നലെ നടന്ന യോഗത്തിൽ താൻ അത്തരത്തിൽ അത് ഏറ്റെടുക്കാനായിട്ട് നിലവിൽ തയ്യാറല്ല, അല്ലെങ്കിൽ അതിന് തന്നെ കൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് കുറച്ചുകൂടി കാര്യങ്ങൾ മുന്നോട്ട് നോക്കാനുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ ഉൾപ്പെടെ ഇന്നലെ യോഗത്തിൽ പറഞ്ഞിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും ഡി രാജയെ തന്നെ ചർച്ചകൾ രാജയിലേക്ക് ചുരുങ്ങുകയും ഒരു ടൈം കൂടി ഡി രാജയ്ക്ക് മാത്രം ഇളവ് നൽകുന്നതിൽ കേരള ഘടകം എതിർപ്പ് അറിയിച്ചെന്ന് പറയുന്നു. അപ്പോൾ കേരള ഘടകം എതിർപ്പ് അറിയിച്ചെങ്കിലും മറ്റ് സംസ്ഥാന ഘടകങ്ങളൊക്കെ അതിനെ പിന്തുണയ്ക്കുകയാണോ ചെയ്തത്?
കേരളം ഒഴികെയുള്ള മറ്റ് ചില സംസ്ഥാനങ്ങൾ ഡി രാജക്ക് നേരത്തെ തന്നെ പിന്തുണ അറിയിച്ചിരുന്നു. പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളായ തമിഴ്നാട്, കർണാടക ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ ഡി രാജയെ ഒരു ടൈം കൂടി നിലനിർത്തണം എന്ന് നേരത്തെ തന്നെ കേന്ദ്ര നേതൃത്വത്തോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ചില ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളും ആ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. എന്നാൽ കേരള ഘടകത്തിലെ ചില നേതാക്കളാണ് പ്രായപരിധി കർശനമായി നടപ്പാക്കണം എന്നുള്ളൊരു ആവശ്യം ഈ യോഗത്തിൽ മുന്നോട്ട് വെക്കുകയും പുതിയൊരു സെക്രട്ടറിയെ കണ്ടെത്തണം എന്നുള്ളൊരു ആവശ്യം പറയുകയും ചെയ്തത്. ആ സമയത്തായിരുന്നു കൗറിന്റെ പേര് ഉയർന്നു വന്നത്. എന്നാൽ കൗർ ഇന്നലെ നടന്ന യോഗത്തിൽ ഒരു പൂർണ്ണ സമ്മതം അറിയിച്ചിരുന്നില്ല. അതോടൊപ്പം തന്നെ ബീഹാർ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ വരുന്നുണ്ട്. ഇന്ത്യ സഖ്യവുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചർച്ചകൾ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അതോടൊപ്പം തന്നെ മറ്റു സംസ്ഥാനങ്ങളിൽ അസം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ, ബംഗാൾ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ കൂടി തെരഞ്ഞെടുപ്പുകൾ വരാനിരിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ നിലവിൽ ഇന്ത്യ സഖ്യത്തിനകത്ത് അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഡി രാജ. അതുകൊണ്ട് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നിലവിൽ ആ ഒരു സഖ്യം മുന്നോട്ട് പോകണമെങ്കിൽ അതിൽ കൂടുതൽ ചർച്ചകൾ നടക്കണമെങ്കിൽ ഡി രാജയെ കൊണ്ടേ സാധിക്കൂ എന്നുള്ള ചില അഭിപ്രായങ്ങൾ കൂടി ആ യോഗത്തിൽ ഉയർന്നു വന്നു. അതിനെ തുടർന്നാണ് പ്രായപരിധിയിൽ ഇളവ് നൽകിക്കൊണ്ട് ഡി രാജയെ ഒരു ടൈം കൂടി നിലനിർത്താനായിട്ട് നേതൃത്വം തീരുമാനിച്ചു.